വയനാട് തമിഴ്നാട് അതിർത്തിയായ ചേരമ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചു. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ചേരമ്പാടി ചപ്പുംതോട് കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ കുഞ്ഞുമൊയ്തീനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അനീസ് അലി വിവരങ്ങൾ നൽകാനായി വയനാട് നിന്ന് ചേരുന്നുണ്ട്. അനീസ്, വീട്ടിന് പുറത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ മേഖല ഇത്തരത്തിൽ വന്യമൃഗശല്യമുള്ള മേഖല തന്നെയാണോ? എന്തൊക്കെ വിവരങ്ങളാണ് നൽകാനുള്ളത്? അമൃത, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രൂക്ഷമായ വന്യമൃഗശല്യം ഈ പ്രദേശത്തുണ്ട്. അതേ തുടർന്ന് ഈ പ്രദേശത്ത് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ റോഡ് ഉപരോധിച്ച് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് വീട്ടുമുറ്റത്ത് ശബ്ദം കേട്ട് കുഞ്ഞുമൊയ്തീൻ പുറത്തിറങ്ങി നോക്കുന്നത്. ഈ സമയത്ത് കാട്ടാന എത്തുകയായിരുന്നു. ഈ കാട്ടാനയാണ് ശബ്ദമുണ്ടാക്കിയത്. ഇത് നോക്കുന്നതിനിടയിൽ കാട്ടാന പാഞ്ഞെടുത്ത് ഇദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഊട്ടി കോഴിക്കോട് റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുങ്കം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ച് ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എത്തിയിട്ട് ജനങ്ങളോട് അനുരഞ്ജന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല. ജനങ്ങൾ പറയുന്നത് നഷ്ടപരിഹാരം എന്നത് മാത്രമല്ല, ഈ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നാണ്. ഇവിടെ 4 മാസം മുമ്പാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷത്തോളമായി 4 വർഷത്തിനിടെ 15ഓളം പേർ ഈ അടുത്തടുത്ത പ്രദേശങ്ങളിലായി മരിച്ചിട്ടുണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മളിപ്പോൾ അവിടെയുള്ള മുമ്പത്തെ ഒരു വാർഡ് മെമ്പറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് 4 വർഷത്തിനിടെ 15ഓളം പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം മരിച്ചിട്ടുണ്ട് ഈ അടുത്തടുത്ത പ്രദേശങ്ങളിൽ എന്നാണ്. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ ആക്രമണം നടന്ന സ്ഥലത്ത് തന്നെ, അതിന് തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ വർഷം ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഇങ്ങനെ നിരന്തരം വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ സമീപ പ്രദേശത്ത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, HMLന്റെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എസ്റ്റേറ്റ് കാടുമൂടി കിടക്കുന്നുണ്ട്. ഈ എസ്റ്റേറ്റിനകത്ത് കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. ഇതാണ് ആക്രമണത്തിന് കാരണമാകുന്നത്. ഇവയെ കാട്ടിലേക്ക് തന്നെ തുരത്താനും ഫെൻസിങ് കീറി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനും അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കലക്ടർ എത്തി ഉറപ്പ് നൽകാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നിലവിൽ ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. ഈ പ്രദേശത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലേക്ക് തമിഴ്നാടിന്റെ ഭാഗത്തുള്ള ഒരു കാടുണ്ട്. അതോടൊപ്പം തന്നെ 4 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നിലമ്പൂർ കാടാണ്. ഈ 2 കാടുകൾക്ക് അടുത്താണ് ഇപ്പോൾ ഈ എസ്റ്റേറ്റ് കാട് മൂടി കിടക്കുന്നത്. വലിയ കാട് പോലെ തന്നെയാണ് എസ്റ്റേറ്റും ഉള്ളത്. എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ്, ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് എസ്റ്റേറ്റും ഉള്ളത്. റിസർവ് വനങ്ങൾ തന്നെയും 4 കിലോമീറ്ററിനും 5 കിലോമീറ്ററിനും അപ്പുറം വനങ്ങളുമുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ആളുകൾ ഭീതിയിലാണ്. ഈ പ്രദേശത്ത് നിരവധി പേർ തിങ്ങി താമസിക്കുന്നുണ്ട്. മലയാളികളാണ് താമസിക്കുന്നവരിൽ കൂടുതൽ. നമുക്കറിയാം, വയനാട്ടിലെ വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള ഒരു തൊട്ടടുത്ത സ്ഥലമാണ് ചേരമ്പാടി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വന്യമൃഗശല്യത്തിന് ആളുകൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് ചേരമ്പാടിയിലാണ് ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. വിവരങ്ങളാണ് ടി അനീസ് അലി പങ്കുവച്ചത്.